എവിടെയെങ്കിലും അല്ല ആരാധിക്കേണ്ടത്. ദൈവം പറഞ്ഞ സ്ഥലത്ത് ആരാധിക്കണം. ദൈവം എന്നെ നട്ടിരിക്കുന്ന സ്ഥലത്ത് ആരാധിക്കണം. സാഹചര്യങ്ങൾ പ്രശ്നമല്ല. ഏതൊക്കെ ബുദ്ധിമുട്ട് വന്നാലും എൻ്റെ കർത്താവ് എന്നോട് കൽപ്പിച്ച സ്ഥലത്തിൽ ആരാധിക്കപ്പെടുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയോ കടൽക്കരയിലെ മണൽത്തരികൾ പോലെയോ അത്യന്തം വർദ്ധിപ്പിക്കാമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്വം എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. ഒരു യാക്കോബ് തൻ്റെ മക്കളെല്ലാവരും അനുഗ്രഹം പ്രാപിച്ചു. പക്ഷേ ഒരുവൻ ചെറുപ്രായത്തിലെ അവൻ മിസ്സായി. ജോസഫ് നഷ്ടപ്പെട്ടു പോയി. ആ ജോസഫ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുകയല്ല. ജോസഫിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പിതാവ് മുൻപിലേക്ക് പോയി. ഒരു ദൈവദാസൻ എന്നുള്ളതിലുപരി, ഒരു അഭിഷിക്തൻ എന്നുള്ളതിലുപരി, ഒരു ഗോത്രപിതാക്കന്മാരുടെ പിതാവ് എന്നുള്ളതിലുപരി, ഇസ്രായേൽ പ്രഥമ പുരുഷൻ എന്നുള്ളതിലുപരി ഞാനൊരപ്പനാണ്. എൻ്റെ മകനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. എനിക്കെൻ്റെ മകൻ വേണം. ആ അപ്പനിരുന്ന ദൈവസന്നിധിയിൽ കരയുകയായിരുന്നു, നിലവിളിക്കുകയായിരുന്നു. വർഷങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് കഴിഞ്ഞു. നീണ്ട 20 വർഷക്കാലം പ്രാർത്ഥിച്ചിട്ടും ഈ അപ്പൻ ക്ഷീണിച്ചു പോയില്ല. മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ജോസഫ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കാണണം. എനിക്ക് ജോസഫിൻ്റെ അടുക്കൽ പോകണം. എനിക്ക് ജോസഫിനെ കിട്ടിയേ പറ്റത്തുള്ളൂ. 1 വർഷവും 2 വർഷവും പ്രാർത്ഥിച്ചിട്ട് തീരുകയല്ല. അപ്പൻ മകന് വേണ്ടിയിട്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടുവന്നു. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ ജോസഫ് നശിച്ചവനായിട്ടല്ല, ജോസഫ് അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനായി അപ്പന് തിരിച്ചു കിട്ടിയതിൻ്റെ പിന്നിൽ ഒരു പിതാവ് എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, ചില വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ കാത്തിരിക്കുവാൻ ഒരു പിതാവ് പൂർണ്ണമായൊരു തീരുമാനമെടുത്തപ്പോൾ ആഗ്രഹങ്ങളെ ദൈവം സബലീകരിച്ചു. രണ്ടാമത് കടന്നുപോയൊരു ചിന്തയുണ്ട്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവാണ്. താനും ദൈവദാസനാണ്, പ്രവാചകനാണ്, വലിയൊരു ധനാഠ്യനായിരിക്കപ്പെടുന്ന ഒരു മുതലാളിയാണ്, ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ മേലധികാരിയാണ്. തൻ്റെ കീഴിൽ സെക്യൂരിറ്റി വിഭാഗം തന്നെ 318ഓളം വ്യക്തി ജീവിതങ്ങളുണ്ട്. അത്രത്തോളം വലിയ വ്യക്തിയാണെങ്കിലും താനൊരു അപ്പനാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്രാജഡി ആ ഭവനത്തിലേക്ക് കടന്നു വന്നത് മറ്റൊന്നുമായിരുന്നില്ല. സ്വന്തം കുഞ്ഞിനെ മോരിയാമലയിൽ, മോരിയാദേശത്ത് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ അവനെ ഹോമയാഗം കഴിക്കണം എന്നൊരു കൽപ്പന കടന്നു വരുന്നു. ഒരു ഭാഗത്ത് ഞാനൊരു പിതാവാണ്, എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട്. മറ്റൊരു ഭാഗത്ത് ഞാനൊരു ദൈവത്തിൻ്റെ ദാസനാണ്, എൻ്റെ ദൈവത്തെ എനിക്ക് അനുസരിക്കേണ്ടതായിട്ടുമുണ്ട്. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ചില ഹൃദയങ്ങൾ തേങ്ങലോടുകൂടിയിട്ടായിരിക്കും ഇത് കേൾക്കുന്നത്. ഞാനൊരു അപ്പനാണ്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് സൂക്ഷിക്കണം, സംരക്ഷിക്കണം. എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാനൊരു ദൈവദാസനാണ്, ദൈവത്തെ എനിക്ക് അനുസരിച്ചാലേ മതിയാകത്തുള്ളൂ. ഞാൻ അനുസരിക്കാത്ത ഒരു വ്യക്തിയാകുന്നിടത്തോളം കാലം ഞാൻ ദൈവദാസനാകത്തില്ല. ഒരു ഭാഗത്തൊരപ്പൻ, ഒരു ഭാഗത്തൊരു ദൈവദാസൻ. 2 റോളുള്ള അബ്രഹാം വളരെയധികം മാനസിക പിരിമുറുക്കവും വളരെ സംഘർഷവും താൻ അനുഭവിച്ചു. അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. സാറയോട് വിഷയങ്ങളൊന്നും പറഞ്ഞില്ല. ആ തീരുമാനമെടുത്ത് അവർ ഒരുമിച്ച് നടന്ന് കുറച്ചു ദൂരം എത്തിയപ്പോൾ വേലക്കാരെയും കഴുതയൊക്കെ മാറ്റിയിട്ട് പിന്നെ അവർ 2 പേരുമായി. ആ 2 പേരും മാത്രമാകുന്ന സമയത്തിൽ മോനൊരു ചോദ്യം ചോദിച്ചു. പപ്പ, തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, പക്ഷേ യാഗ മൃഗമില്ലല്ലോ. എല്ലാ ദിവസവും നമ്മൾ യാഗം കഴിക്കാൻ, പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ, ആരാധിക്കാൻ പോകുന്ന സമയത്തിലേക്ക് ഒരു യാഗവസ്തു ഉണ്ടായിരിക്കും. ഇന്നേ ദിവസം അത് മാത്രം കാണുന്നില്ലല്ലോ. ഉടനടി അപ്പൻ പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. ഒരു വിശ്വാസം, ദൈവം കരുതുന്നവനാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് കരുതും. ഞാനൊരു ദൈവദാസനായിട്ട് മാത്രമല്ല, ഒരപ്പനായിട്ട് തന്നെ നിൽക്കത്തക്ക വിധത്തില് എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ചിലത് കരുതും എന്നുള്ള ഒരു ഉറപ്പോടെ പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. ആ സമയത്തിൽ അബ്രഹാം ഒരു തീരുമാനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. ഞാൻ ആരാധനയ്ക്ക് പോകുകയാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കടന്നു പോകുന്ന സമയത്തിൽ എവിടെയെങ്കിലും അല്ല ഞാൻ പോകേണ്ടത്. എൻ്റെ കുഞ്ഞിന് ഞാനൊരു അപ്പനായി നിന്ന് എൻ്റെ കുട്ടിയെ സംരക്ഷിക്കുവാൻ ദൈവം മനസ്സലിഞ്ഞിരിക്കൊണ്ട് കൊമ്പ് കുറുങ്കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടി എവിടെയോ ഉണ്ട്. ആ കൊമ്പ്
കുറുങ്കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ആട്ടിൻകുട്ടിയുടെ അടുക്കലേക്കാണ് എനിക്ക് കടന്നു പോകേണ്ടത്. അബ്രഹാം മാറി ഒന്നും ചിന്തിച്ചില്ല. അടുത്തെത്തിയപ്പോൾ അവിടെ ഒരു യാഗപീഠം, അപ്പുറത്തെത്തിയപ്പോൾ ഇപ്പുറത്ത് വേറൊരു യാഗപീഠം, അതിൻ്റെ അപ്പുറത്തെത്തിയപ്പോൾ ചിലരൊക്കെ വിളിച്ചു, അബ്രഹാമെ ഇവിടെ ഇന്ന് യാഗപീഠമുണ്ട്, ഇവിടെ ഇന്ന് ആരാധിച്ചേച്ച് പോക. അബ്രഹാം അതിലൊന്നും ചെവിക്കൊണ്ടില്ല. എൻ്റെ കുഞ്ഞിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി എവിടെയോ ഒരു കുഞ്ഞാടുണ്ട്, എവിടെയോ ഒരു ആട്ടിൻകുട്ടിയുണ്ട്. ഈ ആട്ടിൻകുട്ടി കുരുങ്ങിക്കിടക്കുന്ന സ്ഥലത്തിൽ പോയാലേ എൻ്റെ കുട്ടിയെ എനിക്ക് രക്ഷിക്കുവാനായിട്ട് കഴിയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തിലേക്ക് കടന്നുപോയി. ആമേൻ. ഇസഹാക്ക് ആട്ടിൻകുട്ടിയെ തേടിയപ്പോൾ ആട്ടിൻകുട്ടിയെ അന്വേഷിച്ചപ്പോൾ അബ്രഹാം ഒരു തീരുമാനമെടുത്തോ, ഇന്ന് ഞാൻ എവിടെയെങ്കിലും പോയി ആരാധിക്കുകയല്ല, ദൈവം എന്നോട് കൽപ്പിച്ച സ്ഥലം. പക്ഷെ അത് ഇച്ചിരി ദൂരത്തിലാണ്, അത് ഇച്ചിരി ദൂരം യാത്ര ചെയ്താൽ മാത്രമേ കഴിയത്തേ ഉള്ളൂ. 3 ദിവസക്കാലം യാത്ര ചെയ്യണം, മല കയറണം. ആ മലയുടെ മുകളിലാണ് ഈ യാഗപീഠം സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോയി തന്നെ എനിക്ക് ആരാധിക്കണം. എങ്കിലേ ഒരു അപ്പൻ എന്നുള്ള നിലയിൽ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹത്തോടുകൂടി എനിക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് കഴിയപ്പെടുമെന്നുള്ള ഉത്തരവാദിത്തം, ഒരപ്പന്റെ ഉത്തരവാദിത്തം താൻ ചെയ്തോ. എവിടെയെങ്കിലും ചെന്ന് ആരാധിക്കുകയല്ല, ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്ത് ചെന്ന് ആരാധിക്കുവാൻ തീരുമാനമെടുത്തുവെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എവിടെയെങ്കിലും ആരാധിച്ചാൽ ഈ കുഞ്ഞാട്ടിനെ നിനക്ക് കിട്ടത്തില്ല. എവിടെയെങ്കിലും ആരാധിച്ചു കഴിഞ്ഞാലിട്ട് നിനക്ക് വേണ്ടി വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞാടിന്റെ അനുഭവം നിനക്ക് കിട്ടത്തില്ല. ദൈവം നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് പോകണം. അതൊരു പക്ഷെ ഉയർന്ന മലയുടെ മേളിലായിരിക്കാം, ഒരു പക്ഷെ ഇച്ചിരി ദൂരത്തിലായിരിക്കാം, 2ഉം 3ഉം ബസ് ഒരു പക്ഷെ കയറേണ്ടതായിട്ടുള്ള സാഹചര്യം കടന്നു വരപ്പെടാം. അപ്പോഴും നീ മനസ്സിലാക്കണം, എവിടെയെങ്കിലും ആരാധിച്ചാൽ ഇന്ന് എനിക്ക് അനുഗ്രഹം കിട്ടത്തില്ല. അതെന്റെ ഇഷ്ടം, അതെന്റെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും തിയറി. പക്ഷെ എന്റെ ദൈവത്തിന്റെ തിയറി അതല്ല. അത് വിദൂരത്തിലാണ് എങ്കിൽ, എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് എങ്കിൽ, എന്റെ കർത്താവ് എന്നോട് കൽപ്പിച്ച സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ തിരിച്ചിറങ്ങുന്നത് ദുഃഖത്തോടെ അല്ല. ഞാൻ ഈ ആരാധന കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ഞാൻ സന്തോഷത്തോടു കൂടി ആയിരിക്കും. ഈ പ്രഭാത സമയത്തിലേക്ക് ദൈവം നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ വന്നെത്തിയിരിക്കുകയാണ്. ദൂരം മനുഷ്യൻ പറയപ്പെടുമ്പോൾ, സാഹചര്യങ്ങൾ മനുഷ്യൻ പറയപ്പെടുമ്പോൾ, മറ്റു ഇതര ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ പറയപ്പെടുമ്പോൾ, അതിലല്ല നീ മുറുകെ പിടിക്കുന്നത്. എനിക്കൊന്ന് ചെയ്യുവാൻ കഴിഞ്ഞോ, എന്റെ കർത്താവിനോട് കൽപ്പിച്ച സ്ഥലത്ത് പോയി ഞാൻ ആരാധിച്ചു. ഓ, 2 കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന്റെ സ്തോത്രം പറ. കർത്താവേ, എവിടെയെങ്കിലുമല്ല ദൈവം എന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് പോകാനുള്ള മനസ്സ് എനിക്ക് തരണം. എവിടെയെങ്കിലും അല്ല ആരാധിക്കേണ്ടത്, ദൈവം പറഞ്ഞ സ്ഥലത്ത് ആരാധിക്കണം. ദൈവം എന്നെ നട്ടിരിക്കുന്ന സ്ഥലത്ത് ആരാധിക്കണം. അത് ദൂരം പ്രശ്നമല്ല, സാഹചര്യങ്ങൾ പ്രശ്നമല്ല, സമയം വിഷയമല്ല. ഏതൊക്കെ ബുദ്ധിമുട്ട് വന്നാലും എൻ്റെ കർത്താവ് എന്നോട് കൽപ്പിച്ച സ്ഥലത്തിൽ ആരാധിക്കപ്പെടുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയോ കടൽക്കരയിലെ മണൽത്തരി പോലെയോ അത്യന്തം വർദ്ധിപ്പിക്കാമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്വം എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. വിങ്ങലോടെ വിറയിലോടെ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ ദൈവം ബലപ്പെടുത്തുകയാണ്. ഇന്ന് നീ ദുഃഖത്തോടെ ഈ മോറിയ മലയിൽ വന്നുവെങ്കിൽ അബ്രഹാമിന്റെ ബാലന്റെ മേൽ കൈവയ്ക്കരുതെന്നുള്ള ദൈവശബ്ദം കേട്ടി അനുഗ്രഹം നീ ഇന്ന് ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്നുള്ള അനുഗ്രഹം കിട്ടിയതുപോലെ ഇന്ന് ചിലർ വിങ്ങലോടെ അല്ല തിരിച്ചു പോകുന്നത്, അനുഗ്രഹം പ്രാപിച്ചവരായി തിരിച്ചു പോകാൻ പോകുക, വിടുതൽ പ്രാപിച്ചവരായി തിരിച്ചു പോകാൻ പറഞ്ഞു. ദൈവം നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ എത്തിയിരിക്കുകയാ. ദൈവം നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് വന്നെത്തി. ഇവിടെ അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്, ഇത് വിടുതലിന്റെ സമയമാണ്. നിനക്ക് വേണ്ടിയിട്ട് കാൽവരിയില് ആട്ടിൻകുട്ടി കൊമ്പ് കുറുങ്കാട്ടിൽ കുരുങ്ങിക്കിടക്കുകയാ. നിനക്ക് വേണ്ടി യാഗമാകാൻ ഒരു കുഞ്ഞാട് ഗോൽഗോഥയിലുണ്ട്. നിനക്ക് വേണ്ടി പരമയാഗമായി തീരുവാൻ, നിന്റെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് കാൽവരി കുലമരത്തില് ഒരു ആട്ടിൻകുട്ടി യാഗമായി തീർന്നു. അവന്റെ പേര് നസ്രത്തുകാരനായ യേശു. ആ കർത്താവുള്ള ആ മലയിൽ എത്രയാ നീ ആരാധിക്കേണ്ടത്?